ദൈവത്തിന് സ്തോത്രം. സഭയോഗത്തോടനുബന്ധിച്ച് YP മെമ്പേഴ്സായ നമുക്കെല്ലാവർക്കും YPയിൽ കൂടി വരുവാൻ ദൈവം ഒരുക്കിയ വലിയ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. പ്രത്യേകം ഇന്നത്തെ YPയുടെ അധ്യക്ഷയായിട്ട് സിസ്റ്റർ ജെസ്സി സജിയെ ക്ഷണിച്ചോളുന്നു. പ്രൈസ് ദി ലോർഡ്. YP മീറ്റിംഗ് ആരംഭിക്കാം. ആദ്യമായി സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക. സിസ്റ്റർ അന്നമ്മ ജോയ്. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവനെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി വിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ അടിയങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ YP മീറ്റിംഗായി കൂടി വന്നിരിക്കുന്ന ഈ സമയത്തെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ യൂത്ത് മീറ്റിങ്ങിനെ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. ഇത് ഓരോ വിഷയങ്ങളും ഏറ്റിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവമേ നടത്തുവാനുള്ള കൃപ കൊടുത്ത് ദൈവം അവരെ സഹായിക്കുമാറാകണമേ. എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും എല്ലാം ദൈവത്തിൻ്റെ നാമമഹത്വമായിരിക്കാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ ദൈവമേ അവിടുന്ന് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. സമ്പൂർണ്ണമായി YP മീറ്റിങ്ങിനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഹല്ലേലൂയ പ്രിയ സഹോദരിക്കായി സ്തോത്രം. ദൈവം സഹായിക്കണമേ. പ്രസിഡന്റിനായി സ്തോത്രം, സെക്രട്ടറിക്കായി സ്തോത്രം. എൻ്റെ എല്ലാ ഭാരവാഹികളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ പിന്നെയും സഹായിച്ചാട്ട് കർത്താവേ. അല്പസമയങ്ങൾ എൻ്റെ പാദപീഠത്തിലായിരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു, കൃപയോട് കേൾക്കണം. സ്വർഗീയ പിതാവാൻ ദൈവമേ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. റിപ്പോർട്ട് വായനയ്ക്കായി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. കുമളി ദേവസഭയുടെ 11/2/2024 നടന്ന YP റിപ്പോർട്ട്. പാസ്റ്റർ ജോൺസൺ ജോയുടെ അധ്യക്ഷതയിൽ പ്രോഗ്രാം ആരംഭിച്ചു. സിസ്റ്റർ ആലീസ് ജോർജ് സഗീർദർ വായിച്ചു പ്രാർത്ഥിച്ചു. സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചു. റിപ്പോർട്ട് പാസ്സാക്കാമെന്ന് ബ്രദർ EP തോമസ് അഭിപ്രായപ്പെട്ടു. മിഷേൽ ടോണി മനോഹരമായൊരു ഗാനം ആലപിച്ചു. ആശിഷ് ടോം പഴയ നിയമ പുസ്തകക്രമം പറഞ്ഞു. ശേഷം നമ്മൾ സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് ആത്മീയമായി മുന്നോട്ട് പോകുക എന്ന ആശയം നൽകുന്ന ഒരു ചെറുകഥ സിസ്റ്റർ മേരി രാജു അവതരിപ്പിച്ചു. തുടർന്ന് ആഷ്ലിൻ ടോണിയും പ്രാർത്ഥനയും അതിൻ്റെ പ്രാധാന്യതയെയും കുറിച്ച് യുവജനങ്ങളെ പ്രബോധിപ്പിച്ചു. ക്രിസ്റ്റ്യൻ ജെൻസൺ ജോയ്, കാറ്റ്ലിൻ ജെൻസൺ ജോയും ചേർന്ന് മനോഹരമായ ആക്ഷൻ സോങ് അവതരിപ്പിച്ചു. തുടർന്ന് ജെയ്മി ഡോണി പുതിയ നിയമ പുസ്തകക്രമം പറഞ്ഞു. ജെസ്സി സജി മനോഹരമായ ഗാനം ആലപിച്ചു. ശേഷം പാസ്റ്റർ ജെൻസൺ ജോയ് ബൈബിൾ ക്വിസ് നടത്തി. ഗ്രേസി വിൽസൺ 1 കൊരിന്ത്യർ 13 മനപ്പാഠം പറഞ്ഞു. തുടർന്ന് നോഹ ആൻഡ് പാർട്ടി ഗ്രൂപ്പ് സോങ് ആലപിച്ചു. ശേഷം സ്തോത്രകാഴ്ചയായിരുന്നു. ഓഫറിംഗായി 711 രൂപ ലഭിച്ചു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ഉപസംഹരിക്കുന്നു എന്ന് സെക്രട്ടറി. റിപ്പോർട്ട് വായിച്ച് കേട്ടല്ലോ. റിപ്പോർട്ട് പാസ്സാക്കാമെന്ന് അഭിപ്രായപ്പെടും. ഗ്രേസിസ്. അടുത്തതായി ഒരു സോളോ. സിസ്റ്റർ കുഞ്ഞുമോൾ ഷിബു. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എല്ലാ YP മെമ്പേഴ്സിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നേഹം അറിയിക്കുന്നു. യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി, യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി. എൻ്റെ ഭാരങ്ങൾ താങ്ങുന്ന കരം മതി എനിക്ക്,
ഈ ലോക ജീവിതയാത്രയിൽ തോര കണ്ണുനീർ തുടയ്ക്കുന്ന സ്നേഹം മതി. എൻ്റെ സങ്കടം മറന്നു ഞാൻ സന്തോഷിപ്പാൻ. എൻ്റെ ഭാരങ്ങൾ താങ്ങുന്ന കരം മതി എനിക്ക്. ഈ ലോക ജീവിതയാത്രയിൽ തോര കണ്ണുനീർ തുടയ്ക്കുന്ന സ്നേഹം മതി. എൻ്റെ സങ്കടം മറന്നു ഞാൻ സന്തോഷിപ്പാൻ. യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി, യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി. തുടിക്കുന്നൻ തുടിക്കുന്നൻ എൻ മനം തുടിക്കുന്നൻ സ്വർഗീയവാസം ഓർത്തിടുമ്പോൾ. തുടിക്കുന്നൻ തുടിക്കുന്നൻ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിച്ച്. യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി, യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി. സൗഖ്യം രോഗസൗഖ്യം യേശുനാമത്തിൽ സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ. വിടുതൽ എങ്ങും വിടുതൽ, ദൈവവചനത്തിൻ യോഗ്യതയാൽ വിടുതൽ. സൗഖ്യം രോഗസൗഖ്യം യേശുനാമത്തിൽ അത്ഭുതങ്ങൾ. വിടുതൽ എങ്ങും വിടുതൽ, ദൈവവചനത്തിൻ യോഗ്യതയാൽ വിടുതൽ. യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി, യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി. തുടിക്കുന്നൻ തുടിക്കുന്നൻ എൻ മനം തുടിക്കും സ്വർഗീയവാസം ഓർത്തിടുമ്പോൾ. തുടിക്കുന്നൻ തുടിക്കുന്നൻ എൻ മനം തുടിക്കുന്നൻ കർത്താവിൽ സ്നേഹത്തിൽ ആനന്ദിച്ച്. സ്തുതിക്കാം സ്തുതി മുഴക്കാം നന്ദിയോടെന്നും നാഥനെ സ്തുതി മുഴക്കാം. സ്തുതിക്കാം ഒരുങ്ങാം നമുക്കൊരുങ്ങാം യേശുവിൻ വരവിനായി ഒരുങ്ങിടാം. യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി, യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി. തുടിക്കുന്നൻ തുടിക്കുന്നൻ എൻ മനം തുടിക്കുന്നൻ സ്വർഗീയവാസം ഓർത്തിടുമ്പോൾ. തുടിക്കുന്നൻ തുടിക്കുന്നൻ എൻ മനം തുടിക്കുന്നൻ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിച്ച്. എൻ്റെ ഭാരങ്ങൾ താങ്ങുന്ന കരം മതി എനിക്ക്. ഈ ലോക ജീവിതയാത്രയിൽ തോര കണ്ണുനീർ തുടയ്ക്കുന്ന സ്നേഹം മതി. എൻ്റെ സങ്കടം മറന്നു ഞാൻ സന്തോഷിപ്പാൻ. എൻ്റെ ഭാരങ്ങൾ താങ്ങുന്ന കരം മതി എനിക്ക്. ഈ ലോക ജീവിതയാത്രയിൽ തോര കണ്ണുനീർ തുടയ്ക്കുന്ന സ്നേഹം മതി. എൻ്റെ സങ്കടം മറന്നു ഞാൻ സന്തോഷിപ്പാൻ. യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി, യേശു എന്ന നാമം മതി എനിക്ക്, യേശു എന്ന നാമം മതി. മനോഹരമായി പാടിയ സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ശിഷ്യന്മാരുടെ പേര് മിഷേൽ ഡോണി. Simon, Peter, Andrew, James, John, Philip, Bartholomew, Matthew, Thomas, James the son of Alphaeus, Simon who is also called Zealot, Judas the son of James, Judas Iscariot. ദൈവം അനുഗ്രഹിക്കട്ടെ പൈതലിനെ. അടുത്തതായി ബൈബിൾ റെഫറൻസ് ഫെബിൻ ഷിജോ. ഒന്നാമത്തെ യോശുവ 14
13. ആ. രണ്ടാമത്തെ യഹസ്കേൽ 38:10. അല്ല, 38:10. ആ, നീ ഒരു ഇതായിട്ട് ആ. മൂന്നാമത്തെ യഹസ്കേൽ 38:10. ആ. മൂന്നാമത്തെ 1 ദിനവൃത്താന്തം 21:27. എന്തോ കേട്ടില്ല. ആ. നാലാമത്തെ സങ്കീർത്തനം 62:9. ആ. അഞ്ചാമത്തെ യാക്കോബ് 3:17. ആറാമത്തെ സംഖ്യാപുസ്തകം 10:34. കേട്ടില്ല. ആ. ആ. ഏഴാമത്തെ രൂത്ത് 2:5. രൂത്ത് 2:5. ആ. എട്ടാമത്തെ ഉത്തമഗീതം 4:15. ആരായിരുന്നു പറഞ്ഞേ? ഒമ്പതാമത്തെ യോഹന്നാൻ 7:45. ആ. പത്താമത്തെ സങ്കീർത്തനം 94:22. 22. ആ. താങ്ക് യു. സിസ്റ്റർ ഗ്രേസി 1 പോയിൻ്റ്, മിഷൽ 1 പോയിൻ്റ്, സിസ്റ്റർ മഞ്ജു 1 പോയിൻ്റ്, സിസ്റ്റർ സുനിത 1 പോയിൻ്റ്, ആൽബിൻ 3 പോയിൻ്റ്, സിസ്റ്റർ കുഞ്ഞുമോൾ 1 പോയിൻ്റ്, സിസ്റ്റർ ജയനമ്മ 2 പോയിൻ്റ്, സിസ്റ്റർ വത്സമ്മ 1 പോയിൻ്റ്. അടുത്തതായി കവിതാ പാരായണം കാരിസ് ജെൻസൺ ജോയ്. Greetings to all in the mighty name of our Lord and Savior Jesus Christ. Today I am going to recite a poem called Little Lamb. The meaning of the poem is a lamb who sacrificed himself for our sins. The writer of the poem is William Blake. Little lamb, who made thee? Dost thou know who made thee? Gave thee life and bid thee feed by the stream and over the mead. Gave thee clothing of delight, softest clothing woolly bright. Gave thee such a tender voice, making all the valleys rejoice. Little lamb, who made thee? Dost thou know who made thee? Little lamb, I'll tell thee. Little lamb, I'll tell thee. He is called by thy name, for he calls himself a lamb. He is meek and he is mild. He became a little child. I a child and thou a lamb. We are called by thy name. Little lamb, God bless thee. Little lamb, God bless thee. Thank you. Have a nice day.
പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായി അവതരിപ്പിച്ചു. അടുത്തതായി പഴയ നിയമ പുസ്തകക്രമം ഷാൻഡി ഷിജു. പ്രിയപ്പെട്ട അധ്യക്ഷനും അംഗങ്ങൾക്കും സ്നേഹവന്ദനം. പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം യോശുവ ന്യായാധിപന്മാർ രൂത്ത് 1-2 ശൗമേൽ 1-2 രാജാക്കന്മാർ 1-2 ദിനവൃത്താന്തം എസ്ര നെഹമ്യാവ് എസ്തേർ യോബ് സങ്കീർത്തനം സദൃശ്യവാക്യം സഭാപ്രസംഗി ഉത്തമഗീതം യെരമ്യാവ് വിലാപങ്ങൾ എഗസ്കേൽ ദാനിയേൽ യോവേൽ ആമോസ് ഓബദ്യാവ് യോന മീഖ നഹും ഹബക്കൂക്ക് സെഫന്യാവ് ഹക്കായി സെക്കരിയാവ് മലാക്കി. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി മനപ്പാഠം ആഷ്ലിൻ ഡോണി. Psalms 150. Praise the Lord. Praise God in His sanctuary. Praise Him in His mighty firmaments. Praise Him for His mighty acts. Praise Him according to His excellent greatness. Praise Him with the sound of trumpet. Praise Him with lute and harp. Praise Him with timbrel and dance. Praise Him with timbrel and dance. Praise Him with stringed instruments and flutes. Praise Him with loud cymbals. Praise Him with clashing cymbals. Let everything that has breath praise the Lord. Praise the Lord. ദൈവം പൈതലിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും മനപ്പാഠങ്ങളൊക്കെയും പഠിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. അടുത്തതായി ഒരു സന്ദേശം ബ്രദർ മാത്യു വർഗീസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. IP അധ്യക്ഷൻ, ഇവിടെ കടന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ട് ചെറിയൊരു ആലോചന പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 40-31 വാക്യങ്ങൾ ആരെങ്കിലും എടുത്തോർക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 30-31. യെശയ്യാവിൻ്റെ പുസ്തകം 40-31 വാക്യങ്ങൾ. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പൈതൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ഭക്തൻ അവൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ തളർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേർപാടിലും വിശുദ്ധിയിലും കർത്താവിൻ്റെ വരവിനെ ലക്ഷ്യമാക്കി ഓടുമ്പോൾ കഴുകൻ്റെ ആ പ്രത്യേകത ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ അനുയോജ്യമായ ഒരു ഘടകമാണ്. നമ്മൾ കഴുകനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ കഴുകൻ താൻ പ്രായമാകുമ്പോൾ അവൻ്റെ ആ കഴുകൻ്റെ ജീവിതത്തിൽ ചിറകുകൾ ഇങ്ങനെ പൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ പൊഴിച്ച് കളഞ്ഞിട്ട് അതിങ്ങനെ മാംസപിണ്ഡമായി തന്നെ അതിൻ്റെ കൂട്ടിൽ അല്ലെങ്കിൽ വാസസ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും. കുറേ നാളുകൾ ഇരുന്നതിന് ശേഷം അത് ആഹാരമോ വെള്ളമോ ഒന്നും അതിന് വേണ്ടതായി കഴിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ തന്നെയും അതിങ്ങനെ ഈ അതിൻ്റെ കൂട്ടിൽ അല്ലെങ്കിൽ വാസസ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ മുൻപ് ഇതുപോലെ പൊഴിഞ്ഞ് അല്ലെങ്കിൽ ചിറകുകളെല്ലാം പൊഴിഞ്ഞ് അത് ഇങ്ങനെ യൗവനത്തിന് വേണ്ടി കാത്തിരുന്ന കഴുകന്മാർ ചിറകുകളൊക്കെ വെച്ച് നല്ല ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ കഴുകനെ വന്ന് കൊത്തുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കഴുകനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സഹിച്ച് അത് ചിറകുകൾ അല്ലെങ്കിൽ ശക്തി പ്രാപിപ്പാൻ വേണ്ടി പുതിയ ശക്തി അല്ലെങ്കിൽ പുതിയ ചിറകുകൾ അതിന് ലഭിക്കേണ്ടതിന് വേണ്ടി അത് ഈ കൂട്ടിൽ അല്ലെങ്കിൽ അതിരിക്കുന്ന വാസസ്ഥലത്ത് വളരെ ശാന്തമായിട്ടിരുന്ന്
കുറേ നാളുകൾ കഴിയുമ്പോൾ അതിന് പുതിയ ചിറകുകൾ വെച്ച് അത് ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആത്മീയ സത്യങ്ങൾ നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ ഈ ഉയരങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ, അവൻ ആത്മീയമായി ഒന്ന് ഉണരുവാൻ, ശക്തി പ്രാപിപ്പാൻ ദൈവസന്നിധിയിൽ അവൻ കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കാത്തിരിക്കുമ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ട്, ആത്മാവിൻ്റെ പുതുക്കം പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആ കഴുകനെ പോലെ പറന്നുയരുവാൻ നമ്മൾ ഈ നാളുകളിൽ ഒരുങ്ങിയിരിപ്പാൻ ആകണം. അതുപോലെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ആത്മീയ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകാപരമായി ജീവിപ്പാൻ ഈ നാളുകളിൽ നമ്മൾ അതിനായിട്ട് ഒരുങ്ങണം. അതിന് കഴുകൻ അത് നമുക്കൊരു ഒരു അനുയോജ്യമായ ഒരു ഘടകമായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കഴുകന് ഉയരങ്ങളിലേക്ക് അത് കൂടുകൂട്ടുന്നത് ഉയരങ്ങളിലാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ അത് കൂടുകൂട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ ഒക്കെ സഹിക്കാനോ അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാനോട്ട് അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഉയരങ്ങളിലേക്കാണ് അത് ആ കൂട്ടുന്നത്. ഉയരങ്ങളിലേക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ ജീവിതത്തിൽ വളരെ യാതൊരു ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം കർത്താവിൻ്റെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള ഒന്നിനും ചിന്തിക്കാതെ ദൈവസന്നിധിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം കർത്താവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ ഈ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി അതിന് ഒരുക്കണം. അതിനായിട്ട് നമ്മൾ ഈ നാളുകളിൽ അതിന് ഒരുങ്ങി ജീവിപ്പാനും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽപ്പാനും മറ്റുള്ളവർക്ക് വേണ്ടി മാതൃകളോരായി ജീവിപ്പാൻ കഴുകൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഉയരങ്ങളിലേക്ക് അല്ലെ ഉയരത്തിൽ കൂട്ടിക്കഴിയുമ്പോൾ അതല്ലെങ്കിൽ അതിന് നല്ല സ്വസ്ഥമായിട്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും ഉണ്ടാകാതെ അത് ഉയരങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ നാളുകളിൽ നമ്മൾ തലമുറകളുടെ കാര്യങ്ങൾ ഓർക്കാതെ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടാതെ നമ്മുടെ ജീവിതം എങ്ങനെയാകുന്നു ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഈ നാളുകളിൽ ഒരുങ്ങണം. ഉയരങ്ങളിലേക്കുള്ള നന്മകൾ നമ്മൾ ഈ നാളുകളിൽ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരുക്കിയെടുക്കണം. നമ്മുടെ തലമുറകൾക്ക് മുമ്പിൽ നമ്മൾ മാതൃകയുള്ളവരായി ഈ നാളിൽ ജീവിപ്പാൻ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കണം. അതുകൊണ്ട് നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും മാതൃകപരമായ ക്രിസ്തീയ ജീവിപ്പാനും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി തീർപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ അതായത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പിച്ച് പഠിപ്പിച്ച് അവരെ നിലനിർപ്പാൻ, നശിച്ചു പോകാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ഒരുങ്ങി ജീവിപ്പാനും അവൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാനും ഓരോരുത്തരെ ഒരുക്കിയെടുക്കേണ്ടതിന് ഈ നാളിൽ നമുക്ക് അതിന് ഒരുങ്ങാം. ഈ കഴുകനെ പോലെ ആ നല്ല ഉയരങ്ങളിലേക്കും അല്ലെങ്കിൽ അത് അതിൻ്റെ കഷ്ടതയിലും ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരുന്നപ്പോൾ അത് സഹിച്ചു നിന്നതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ ഈ നാളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളിൽ നിന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു സന്ദേശം പിന്നെയും നൽകിത്തരുവാൻ പ്രിയ സഹോദരനെ ദൈവം സഹായിച്ചു. അടുത്തതായി പുതിയ നിയമ പുസ്തകക്രമം സിസ്റ്റർ സൂസമ്മ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, റോമ, കോരിന്ത്യോസ് 1-2 ലേഖനങ്ങൾ, എഫേസ്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പ്യർ, കൊളോസ്യർ, തെസലോനിക്ക 1-2, തിമോത്തിയോസ് 1-2, തീത്തോസ്, എബ്രായർ, ഫിലോമോൻ, എബ്രായർ, യാക്കോബ്, യോഹന്നാൻ, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദയ, വെളിപാട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ബൈബിൾ ക്യൂസ് പാസ്റ്റർ. കർത്താവിൻ്റെ മഹത്വം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ കാഴ്ചവെക്കുന്നുണ്ട്. പുതുതായിട്ടൊക്കെ ഈ പ്രോഗ്രാമുകൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകാലുള്ള അഭിനന്ദനങ്ങൾ. ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭാകമ്പമൊക്കെ മാറുവാൻ ഇത് കാരണമായി തീരും. കർത്താവ് ദൈവമക്കളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കാനിടയായി തീരട്ടെ. ബൈബിൾ ക്വിസിൻ്റെ നോട്ട്ബുക്ക് എല്ലാവരുടെയും കയ്യിൽ ലഭിച്ചു എന്ന്
വിശ്വസിക്കുന്നു. ആരുടെയെങ്കിലും കയ്യിൽ ലഭിക്കാത്തതുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഇല്ല, എല്ലാവരുടെയും കയ്യിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത മാസം ഈ ക്വിസിനുള്ള സമ്മാനം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ ഇത് അവസാനത്തെ ക്വിസായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു ക്വിസും കൂടെ YP നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ക്വിസ് ഒരുപക്ഷെ ഒരാഴ്ചയിൽ ഞാൻ നടത്തും. അത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ആയിരിക്കും. ഇനിയൊരു ക്വിസ് നടക്കുകയാണെങ്കിൽ അത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. ജയാളികളാകുന്ന പ്രിയപ്പെട്ടവർക്ക് ഉള്ള സമ്മാനങ്ങൾ നിങ്ങൾ ഓർക്കുന്നല്ലോ. പ്രത്യേക ഒരു സ്പെഷ്യൽ സമ്മാനം അതിൻ്റെ ഇടയിലുണ്ടത്. സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഓർപ്പിച്ചോളാം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഇന്ന് ചോദ്യങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഞാനത് ഈ മക്കളോടത് ഓർപ്പിക്കട്ടെ. ആലയം എത്ര നാൾ കൊണ്ടാണ് പണിതത്? ഹൗ മച്ച് ഇയേഴ്സ് ദ ടെമ്പിൾ വാസ് ഇൻ ബിൽഡിംഗ്? എത്ര കാലം കൊണ്ടാണ് യെരുശലേം പള്ളി, യെരുശലേം ആലയം പണിതത്? ഓക്കെ, അടുത്തത് എഴുതിയോ? അടുത്തത് ന്യായവിധി എന്നാൽ എന്ത്? ന്യായവിധി അല്പം ദൈർഘ്യമുള്ള ഒരു ആൻസറാണ്. ന്യായവിധി എന്നാൽ എന്ത്? വാട്ട് ഈസ് കണ്ടംനേഷൻ ഓർ വാട്ട് ഈസ് ജഡ്ജ്മെൻറ്റ്? ന്യായവിധി എന്നാൽ എന്ത്? ഒരു വാക്കല്ല, അതൊരു സെൻറ്റൻസാണ്. അതൊരു ക്ലൂ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എഴുതിയോ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. യേശു ഒരു പ്രവാചകനാണെന്ന് വിചാരിച്ചത് ആരാണ്? യേശു ഒരു പ്രവാചകനാണ് എന്ന് കരുതിയ ഒരാൾ ആരാണ്? ഹൂ പെർസീവ്ഡ് ദാറ്റ് ജീസസ് വാസ് a prophet? Who perceived that Jesus was a prophet, or who thought that Jesus was a prophet? Okay, നാലാമത്തെ, who was a murderer from the beginning? ആദ്യം മുതലേ കൊലപാതകൻ ആരാണ്? ആദ്യം മുതലേ കൊലപാതകൻ ആരാണ്? ആദ്യം മുതലേ കൊലപാതകൻ ആരാണ്? ഓക്കെ, അഞ്ചാമത്തേത്, ദൈവം ആരെയാണ് കേൾക്കുന്നത്? ഗോഡ് ഹിയറത്ത് ഹൂം ഓർ ഗോഡ് ഹിയേഴ്സ് ഹൂം? ഒരു കൂട്ടർ ദൈവം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാർ കേൾക്കുന്നില്ല ദൈവം. അങ്ങനെയാണെങ്കിൽ ആരെയാണ് ദൈവം കേൾക്കുന്നത്? ആരുടെ വേണമെങ്കിൽ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ഓക്കെ, എഴുതിയോ? സെൻറ്റൻസ് ആണ്, ഒരു വാക്കല്ല. ഇറ്റ് ഈസ് എ സെൻറ്റൻസ്. ഇറ്റ് ഈസ് എ സെൻറ്റൻസ്. ഓക്കെ, ആറാമത്തേത്, വാട്ട് കൗൺസിൽ ഡിഡ് ദി ഹൈ പ്രീസ്റ്റ് കയ്യഫാസ് ഗിവ് ടു ദ ജ്യൂസ്? കയ്യഫാവ് എന്താലോചനയാണ് യഹൂദന്മാർക്ക് കൊടുത്തത്? എന്ത് ആലോചനയാണ് കയ്യഫാവ് യഹൂദന്മാർക്ക് കൊടുത്തത്? ഒരു വാക്കല്ല, ഒരു സെൻറ്റൻസാണ്, ഒരു ചെറിയ സെൻറ്റൻസാണ്. അതിൻ്റെ ആശയം വ്യക്തമാക്കുന്ന വാക്ക് പറഞ്ഞാൽ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എഴുതിയോ? ഏഴാമത്തേത്, ക്രൂശിൽ യേശുവിൻ്റെ തലയ്ക്ക് മീതെ ഒരു ടൈറ്റിൽ എഴുതി, ഒരു ഹെഡിങ് അവരെഴുതി.
അത് ഏതൊക്കെ ഭാഷയിലായിരുന്നു എഴുതിയത്? ഏതൊക്കെ ഭാഷയിലാണ് ടൈറ്റിൽ ക്രൂഷ്യൽ എഴുതിയത്? എഴുതിയോ? എഴുതി. ഓക്കെ. എട്ടാമത്തേത്, കല്ലറയിൽ പത്രോസ് കണ്ടത് എന്ത്? കല്ലറയിൽ പത്രോസ് കണ്ടത് എന്ത്? വാട്ട് ഡിഡ് പീറ്റർ സീ ഇൻ ദ ടൂംബ്? വാട്ട് ഡിഡ് പീറ്റർ സീ ഇൻ ദ ടൂംബ്? എഴുതിയോ? ഓക്കെ. അടുത്തത് ഒൻപതാമത്തേത്, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തു എത്ര പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി? ഹൗ മെനി ടൈംസ് ഡിഡ് ജീസസ് ഷോ ഹിംസെൽഫ് അൺടു ദ ഡിസൈപ്പിൾസ്? എത്ര പ്രാവശ്യം പ്രത്യക്ഷനായി? ലാസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഹൂ ആസ്ക്ഡ് ടു സീ ദ ഫാദർ? പിതാവിനെ കാണണം എന്ന് ചോദിച്ചത് ആരാണ്? പിതാവിനെ, ഞാൻ ആ വാക്ക് പറഞ്ഞാൽ സിമ്പിളായി പോകും. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ എന്ന് പറഞ്ഞത് ആര്? ഓക്കെ, വാങ്ങിച്ചോ മക്കളെ, ഓടി നടന്ന് വാങ്ങിച്ചോ. ഓടി 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 എഴുതി കഴിഞ്ഞവരൊന്ന് പൊക്കി കാണിച്ചു, പിള്ളേർക്ക് കാണത്തക്കോണം. ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കാണിച്ചേക്ക് പിള്ളേരുടെ അടുത്ത്. കൊടുത്തോ എല്ലാവരും? ഓക്കെ. ആൻസേഴ്സ്. പള്ളി പണിതത് എത്ര വർഷം കൊണ്ടാണ്? എത്ര വർഷം കൊണ്ടാണ് ആലയം പണിതത്? 46 വർഷം കൊണ്ടാണ് പള്ളി പണിതത്. നമ്മളോർത്ത് നമ്മളാ ഒത്തിരി സമയം എടുത്തതെന്ന്. യെരുശലേം പള്ളിയാണ് എത്ര വർഷം കൊണ്ട് പണിത്? 46 വർഷം കൊണ്ട് പള്ളി പണിത്. ന്യായവിധി എന്നാൽ എന്ത്? വാട്ട് ഈസ് കണ്ടംനേഷൻ? ന്യായവിധി എന്നതോ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ലോകത്തിൽ വന്ന ന്യായവിധി എന്താണെന്ന് ചോദിച്ചാൽ, വെളിച്ചം വന്നു, പക്ഷെ വെളിച്ചത്തെ ഇഷ്ടപ്പെട്ടില്ല, ഇരുട്ടിനെ തന്നെ എന്ത് ചെയ്തു? അപ്പോൾ ഇതിലും വലിയൊരു ന്യായവിധി ഇനി വരാൻ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ് ന്യായവിധി. ഇരുട്ടിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ന്യായവിധിയായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. 3, ഹൂ പെർസീവ്ഡ് ദാറ്റ് ജീസസ് വാസ് എ പ്രോഫറ്റ്? പ്രവാചകനാണ് യേശു എന്ന് വിചാരിച്ചത് ആരാണ്? ശമരിയക്കാരിയായ സ്ത്രീ. 4:19. ആദ്യം മുതൽ തന്നെ കൊലപാതകൻ ആരാണ്? ദ ഡെവിൾ, പിശാച്. 8-ാം അധ്യായം 44-ാമത്തെ വാക്യം. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്നാൽ ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ചുരുക്കി എഴുതിയാൽ, ദൈവത്തെ ആരാധിച്ച് ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന, അതാണ് സിമ്പിൾ. വർഷിപ്പർ ഓഫ് ഗോഡ് ആൻഡ് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ദൈവത്തെ ആരാധിക്കുകയും ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. കയ്യഫാവ് എന്ത് ആലോചനയാണ് ജനത്തിന് കൊടുത്തത്? വാട്ട് കൗൺസിൽ ഡിഡ് കയ്യഫാവ് ഗിവ് ടു ദ ജ്യൂസ്? യോഹന്നാൻ 18:14 വാക്യം, ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത്
നന്ന്. പുള്ളി കൊടുത്ത ആലോചനയാണ്. എല്ലാവരും മരിക്കേണ്ട ആവശ്യമില്ല, ഒരാൾ മരിച്ചാൽ മതി. അങ്ങനെയാണ് നമുക്ക് ഈ ഒത്തിരി ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാളെ മാത്രം ചൂണ്ടി ഇങ്ങനെ കാണിക്കും. സ്കേപ്പ് ഗോട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി എല്ലാവരെയും കൊല്ലത്തില്ല, ഒരാളെ നമ്മൾ എന്തോ ആക്കുമെന്ന് പറയും. ഒരാളിനെ മാത്രം നമ്മൾ ഈ കേസൊക്കെ തെളിയാതെ കിടക്കുമ്പോൾ ആരെങ്കിലും ഒരാളുടെ പുറത്ത് അതെന്ത് ചെയ്യും? ഇപ്പം എല്ലാവരെയും വിധിക്കാൻ പോണ്ട ഒരാളിനെ. അതാണ് കയ്യാഫാവ് പറഞ്ഞത്. ഒരാളിനെ, യേശുവിനെ കുറിച്ച് പറഞ്ഞ ഭാഷകൾ. ക്രൂശിൽ എഴുതപ്പെട്ട യേശുവിൻ്റെ മുകളിലുള്ള ടൈറ്റിൽ, മേലെടുത്ത് എബ്രായ, റോമ, യവനായ, ഹീബ്രു, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. പത്രോസ് കല്ലറയിൽ കണ്ടത് എന്താണ്? 20-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ശീലകൾ കിടക്കുന്നത് അവൻ്റെ തലയിൽ, ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. നാപ്കിൻ വാസ് നോട്ട് വിത്ത് ദ ലിനൻ ക്ലോത്ത്സ് എന്നതാണ് കണ്ടത്. എത്ര പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി? 3 പ്രാവശ്യം. 21:14. യേശുവിനെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞത് ആരാ? ഫിലിപ്പോസ്. പിതാവിനെ ഞങ്ങൾക്ക്, കർത്താവ് പറഞ്ഞു ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. അന്നേരം ഫിലിപ്പോസാണ് ചോദിച്ചത്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു. ഓക്കെ, കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അടുത്തതായി ഒരു സോളോ, സിസ്റ്റർ വത്സമ്മ തോമസ്. സസ്ന, കർത്താവ് യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവദനം. എനിക്കു വേറില്ല ആശ ഒന്നുമെൻ പ്രിയനെ, എനിക്കു വേറില്ല ആശ ഒന്നുമെൻ പ്രിയനെ, പൊന്നുമുഖമെന്നോ കണ്ടുകൊള്ളും ദാസർ, പൊന്നുമുഖമെന്നോ കണ്ടുകൊള്ളും ദാസർ, മനസ്സലിവോണ്ടു നിൻ കരുണകളോരോന്നും, മനസ്സലിവോണ്ടു നിൻ കരുണകളോരോന്നും, എനിക്കു നീ നൽകുന്നതെന്തോമാ സ്നേഹമോ, എനിക്കു നീ നൽകുന്നതെന്തോമാ സ്നേഹമോ, പരമപിതാവേ നിൻ അരികിൽ വരാനിനി, പരമപിതാവേ നിൻ അരികിൽ വരാനിനി, എത്ര നാൾ കൂടി നീ ദീർഘമാക്കിയിടുമോ, എത്ര നാൾ കൂടി നീ ദീർഘമാക്കിയിടുമോ, എൻ കിരീടം വേറെ ആരുമെടുക്കായ്വാൻ, എൻ കിരീടം വേറെ ആരുമെടുക്കായ്വാൻ, നിൻ ഗീതം പോലെ ഞാൻ ഓടുമാറാകണം, നിൻ ഗീതം പോലെ ഞാൻ ഓടുമാറാകണം, നല്ലവർ ചെയ്തെൻ്റെ വേല തികയ്ക്കുവാൻ, നല്ലവർ ചെയ്തെൻ്റെ വേല തികയ്ക്കുവാൻ, വല്ലവനെ എന്നിൽ ശക്തി നീ നൽകണം, വല്ലവനെ എന്നിൽ ശക്തി നീ നൽകണം, ഈ വനലോകത്തിൽ നീ എനിക്കാശ്രയം, ഈ വനലോകത്തിൽ നീ എനിക്കാശ്രയം, ദൈവമേ നീ എനിക്കപ്പനും അമ്മയും, ദൈവമേ നീ എനിക്കപ്പനും അമ്മയും, എനിക്കു വേറില്ല ആശ ഒന്നുമെൻ പ്രിയനെ, എനിക്കു വേറില്ല ആശ ഒന്നുമെൻ പ്രിയനെ, പൊന്നുമുഖമെന്നു കണ്ടുകൊള്ളും ദാസർ, പൊന്നുമുഖമെന്നു കണ്ടുകൊള്ളും ദാസർ.
വത്സമാമയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വൈപ്പയുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ. ഇന്ന് പകൽ നാം കടന്നു വന്ന സമയം തുടങ്ങി ഇതുവരെ ദൈവത്തിൻ്റെ കൃപയിൽ ആയിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നമ്മുടെ YP മീറ്റിങ്ങുകൾ നടത്തിയെടുക്കുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹകരിച്ച പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും YPയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുവാൻ ഇടയായി തീരട്ടെ.